ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ റൂൾസുമായി ബന്ധപ്പെട്ട റൂൾസ് അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കുറേ അധികം പാർട്ടുകളോടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു പാർട്ട് കൊണ്ടൊന്നും കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം നമ്മുടെ സെക്ഷൻ അല്ലെങ്കിൽ ആക്ടിലെ അമെൻമെൻറ്റുകൾ വന്നു. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട തനത് റൂൾ അമെൻമെൻറ്റും വന്നു. പിന്നെ പഠിക്കാൻ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, കാരണം ഓൾറെഡി വന്നിട്ടുണ്ട്. കാരണം രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആക്റ്റും റൂളും വന്നു. ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോകാം അല്ലേ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ റൂൾസിലെ അമെൻമെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയുള്ള പരീക്ഷകൾ നമുക്കറിയാം, പരീക്ഷകളുടെ പാറ്റേൺ ചെറിയ രീതിയിൽ സിലബസ് മാറി നല്ല അർത്ഥമാക്കുക, ചെറിയ രീതിയിൽ പാറ്റേൺ മാറിയിട്ടുണ്ട്. 15 മാർക്കോളമാണ് നമുക്ക് ഇനി മുതൽ കേസസ് ആക്ട് ആൻഡ് റൂൾസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പം ആ ഒരു 15 മാർക്ക് ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്ടിലെയും റൂളിലെയും മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേസസ് ആക്ട് ആൻഡ് റൂൾസ്, നമ്മുടെ നിയമവും ചട്ടവും അല്ലേ, ഇതിലെ മാർക്ക് ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അപ്പം നമുക്ക് റൂൾസ് അമെൻമെൻറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. നമ്മൾ ആദ്യം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമെൻമെൻറ്റ്സിന് ഡെഫിനേഷൻസ് ആണ്. ഇപ്പോൾ ഒരുപാട് അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട് റൂളുമായി ബന്ധപ്പെട്ട്. വളരെ പ്രധാനപ്പെട്ട കുറേ അധികം അമെൻമെൻറ്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്ന ഡെഫിനേഷൻസിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു അമെൻമെൻറ്റ് ഭേദഗതിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, അമെൻമെൻറ്റ് ദ റൂൾ ഇൻ ദ കേസിയസ് റൂൾസ് 1969 ഇൻ റൂൾ 2. ഇപ്പോൾ റൂൾ 2 എന്ന് പറയുന്നത് എന്താണ് ഡെഫിനേഷനാണ്, അത് എല്ലാവർക്കും അറിയാം. സെക്ഷൻ 2 ആയിക്കോട്ടെ അല്ലെങ്കിൽ റൂൾ 2 ആയിക്കോട്ടെ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡെഫിനേഷൻസ് ആണ് അല്ലേ, വ്യാഖ്യാനങ്ങൾ എന്ന് പറയും. എന്താ പറയുക? വ്യാഖ്യാനങ്ങൾ കേട്ടോ. റൂൾ 2ലും സെക്ഷൻ 2ലും നമുക്ക് ഡെഫിനേഷൻസ് ആണ്. വ്യാഖ്യാനം ഈ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ ചട്ടം പ്രകാരം എങ്ങനെയാണ് ഓരോന്നിനെയും ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ആഫ്റ്റർ ക്ലോസ് ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ട്. അപ്പോൾ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. നമ്മൾ ഈ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ പഠിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കണം, നിലവിലില്ലാത്തതിനെ പുതിയതായിട്ട് ചേർക്കുന്ന ഒരു അമെൻമെൻ്റ് ആണ്. നിലവിൽ പറഞ്ഞിട്ടുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് നിലവിൽ പറഞ്ഞിട്ടുള്ളതിൽ അത് ചെറിയ മാറ്റങ്ങൾ വരുത്തുക, അതും ഒരു അമെൻമെൻ്റ് ആണ്. പിന്നെ ചിലതിനെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുമുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അമെൻമെൻറ്റിലാണ്. അപ്പോൾ അമെൻമെൻറ്റ് ഞാൻ പറഞ്ഞു, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ പുതിയതായിട്ട്, അതായത് പുതിയതായിട്ട് നിങ്ങളൊരു ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ, പുതിയതായിട്ടുള്ള ആഡ് ചെയ്യുകയാണെങ്കിൽ അത് അമെൻമെൻ്റ് ആണ്. നിലവിൽ പറഞ്ഞിട്ടുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയും. അതായത് നിലവിൽ പറഞ്ഞിട്ടുള്ളതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പറയുക, അതിനെ മാറ്റി പുതിയൊരു കാര്യം പറയും. അതായത് നിലവിൽ പറഞ്ഞിട്ടുള്ളതിനെ വീണ്ടും മാറ്റി പറയുന്നതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നും, ചിലതിനെ ഒമിറ്റ് ചെയ്ത് കളയും. ഇത് മൂന്നും നമുക്ക് ഈ അമെൻമെൻറ്റിൽ ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ഇൻസേർഷൻ, ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ട്. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന ക്ലോസ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പറഞ്ഞിട്ടില്ല, പുതിയതായിട്ട് ആഡ് ചെയ്ത സംഭവമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഓരോന്നിനും മനസ്സിലാക്കണം. ഇൻസേർഷൻ ആണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ അല്ലെങ്കിൽ ഒമിഷൻ ആണോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇൻസേർഷൻ ആണ്. ഓഡിറ്റ് ടീം അല്ലേ, ഇവിടെ ആദ്യം പറഞ്ഞതിനെ കുറിച്ച് ഓഡിറ്റ് ടീമാണ്. റൂൾ 2A ഓഡിറ്റ് ടീമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓഡിറ്റ് ടീം ഇവിടെ പറഞ്ഞ ഓഡിറ്റ് ടീം മീൻസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ DCA as stipulated under subsection 9 of section 63 of the Act. എന്താണ് ഓഡിറ്റ് ടീമിനെ കുറിച്ച് പറയുന്നത്? ഓഡിറ്റ് ടീം എന്ന് പറയുന്നത് എന്താണ്? ആ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ് അല്ലേ. ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ എ ടീം ഓഫ് ഓഡിറ്റേഴ്സ്, ഓഡിറ്റേഴ്സിന്റെ ടീം. ആര് അപ്പോയിന്റ് ചെയ്യുന്നു? അപ്പോയിന്റഡ് ബൈ ദ DC. അപ്പോൾ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ടീം ഓഫ് ഓഡിറ്റേഴ്സിനെയാണ് ഇവിടെ ഓഡിറ്റ് ടീം എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 63. സെക്ഷൻ 63 DC ആണ് അല്ലേ. അല്ലെ സബ്സെക്ഷൻ 9 പ്രകാരം സ്റ്റിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് പറയുന്നുണ്ട് അല്ലേ. എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DC. അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കും, ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്, DCA ആണ് കേട്ടോ. ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DCA ആസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 63. സെക്ഷൻ 63 DCA കുറിച്ചാണ്. അതിൽ സെക്ഷൻ 63ലെ സബ്സെക്ഷൻ 9ലാണ് ഈ ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ടീം ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ് എ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ദ DC. ഇപ്പോൾ സഹകരണ ബാങ്കുകളൊക്കെ ടീം ഓഡിറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സഹകരണ ബാങ്കിൽ ടീമാണ്, അത് 3-4 പേര് ഒരുമിച്ച് കയറി വരും. ഞാൻ ഓൾറെഡി കോപ്പറേറ്റീവ് ബാങ്കിലാണ് വർക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ടീം ഓഡിറ്റേഴ്സ് ആണ് എന്താണ് പറയുക, ഒരു 3-4 പേര് ഒരുമിച്ച് ഇങ്ങോട്ട് വരും, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൺകറന്റ് പോസ്റ്റാണ്, അത് നമുക്ക് ഓരോ ഓഡിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ടീമായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ടീം ഓഡിറ്റ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ അത് 1988 കേട്ടോ. ടീം ഓഡിറ്റ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1988. ഓക്കെ, ഇനി ഓഡിറ്റ് മാനുവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1983 ഓർത്ത് വെച്ചത്. ഓഡിറ്റ് മാനുവൽ 1983 ഓഡിറ്റ് ടീം 1988 ഓർത്തെക്കണം കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
അടുത്തതാണ് ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി ഇൻസേർട്ടഡ് നെയിംലി എ ബി അല്ലേ. ആഫ്റ്റർ ക്ലോസ് എ ടു റൂൾ 2AA ശേഷം അവിടെ എ ബി എന്ന് പറയുന്നിട്ടുള്ള ഒരു ഒരു ക്ലോസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. 2AB എന്താണ് 2AB എന്ന് അർത്ഥമാക്കുന്നത് നോക്കിയേ. കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ചാണ്. എന്താണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്ന് ഇവിടെ റൂൾ എന്താണ് പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിച്ചതെന്ന് നോക്കാം. നോക്കിയ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം മീൻസ് ദ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 57E ഓഫ് ദി ആക്ട്. അപ്പോൾ സെക്ഷൻ 57E പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെയാണ് എന്നാണ് ഇവിടെ റൂൾ 2AB കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് തന്നെ വട്ട് വരും അല്ലെ. എന്നൊക്കെ ഇവർ പറയുന്നത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 57E ഓഫ് ദി ആക്ട്. നമ്മുടെ വകുപ്പിലെ സെക്ഷൻ 57E പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെയാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം എന്നതുകൊണ്ട് ഇവിടെ റൂൾ 2AB അർത്ഥമാക്കുന്നത്. നമ്മൾ ഓർക്ക് ഇത് എന്നാത്തിന് പഠിക്കാനാണല്ലേ. നിങ്ങളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കാർഡ് കയറി പഠിക്കുന്ന റൂൾ 2AB കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് വ്യാഖ്യാനിക്കുന്നത് സെക്ഷൻ 57E അല്ലെ. സെക്ഷൻ 57E പ്രകാരമാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റൂൾ 2AB സെക്ഷൻ 57E റൂൾ 2AB പിന്നെ സെക്ഷൻ 57E എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതിങ്ങനെയൊക്കെ ചോദിക്കും. നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കണം. നമ്മളിങ്ങനെ കാണാൻ പഠിക്കുമെന്നും വേണ്ട. ഇവിടെ അർത്ഥമാക്കുന്നത് റൂൾ 2AB പ്രകാരവും സെക്ഷൻ 57E പ്രകാരമാണെന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ റൂൾ 2AB കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ വ്യാഖ്യാനിക്കുന്നത്. 57E പ്രകാരമാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. താഴെ പറയുന്നുണ്ട് എന്താണ് ദ ഫോളോയിങ് ക്ലോസ് ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പം നിലവിൽ പേഴ്സൺ എന്നതിനെ കുറിച്ച് ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിലവിൽ പറയുന്നതിനെ മാറ്റി പറയുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ എച്ച് ഓൾറെഡി പറയുന്നത് കേട്ടോ, ഇത് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതല്ല. എച്ചിൽ പേഴ്സണെ കുറിച്ച് വ്യക്തി അല്ലെ പേഴ്സണെ കുറിച്ച് തന്നെയാണ് നേരത്തെ എച്ചിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചെറിയ ഒരു 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. എനിക്ക് പേഴ്സൺ ഇൻക്ലൂഡ്സ്, അതായത് വ്യക്തി പേഴ്സൺ എന്നതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നാണ് പറയുക. പേഴ്സൺ ഇൻക്ലൂഡ് ഗവൺമെന്റിനെ പേഴ്സൺ എന്ന് പറയുന്ന ഹെഡിലാണ് ഗവൺമെന്റ് ഉൾപ്പെടുന്നത്. ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസും പിന്നെ ഗവൺമെന്റും പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനും പേഴ്സൺ എന്ന ഹെഡിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് റൂള് 2H വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ പഠിക്കും. റൂൾ 2H പറയുന്നതാണ് പേഴ്സൺ എന്ന ഹെഡിൽ അല്ലെ പേഴ്സൺ എന്നതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഗവൺമെന്റ് ഉൾപ്പെടുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടുന്നുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിനunder രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചത്. അപ്പോൾ അതും മനസ്സിലായെങ്കിൽ ഞാൻ വിചാരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പൊ അമെന്റ്മെന്റ്, അതായത് ഡെഫിനേഷൻസിൽ വന്നിട്ടുള്ള അമെന്റ്മെന്റ്, അതായത് റൂള് 2 വന്നിട്ടുള്ള അമെന്റ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. റൂള് 2 വന്നിട്ടുള്ള അമെന്റ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. റൂള് 2 വന്നിട്ടുള്ള അമെന്റ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അമെന്റ്മെന്റ് ഇൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഇപ്പൊ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റൂള് 3 സെക്ഷൻ 6 അല്ലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ കൊടുക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 6 പ്രകാരവും അതിന്റെ തനത് റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ റൂൾ 3 ആണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, റൂള് 3 വന്നിട്ടുള്ള പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ആദ്യം മനസ്സിലാക്കണം ഈ ഒരു കാര്യം കണ്ടോ. ഞാൻ ഇവിടെ നമ്മുടെ സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഇരുന്ന പറയുക ഈ ഒരു സ്ക്രീനിൽ നോക്കി ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നു. ഫോർ ദ എൻട്രീസ് അഗൈൻസ്റ്റ് ഐറ്റം 3 ഇൻ കോളം 2 ഫോർ ദ വേർഡ്സ് 5000 ദ വേർഡ് 6250 ഷാൾ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ എൻട്രീസ്. ഓക്കെ, for the entries against for in column 2 for the words 10,000 the word 12,500 shall be substituted. പിന്നെ ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് മൊത്തം, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അപേക്ഷാ ഫീസ്, ഓക്കെ, അപേക്ഷാ ഫീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപേക്ഷാ ഫീസിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ, അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട, അപ്പോൾ അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ ഒറ്റ ഹെഡിങ്ങിൽ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ക്ലിയർ ആയോടെ?
ഈ ഒരു ഒറ്റ ഹെഡിങ്ങിൽ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. അതായത് അപേക്ഷാ ഫീസുകളെ കുറിച്ചാണ്. നിങ്ങൾ അധികം ഒന്നും ഓർത്ത് പോകേണ്ട കാര്യമില്ല. പണ്ടത്തെ അപേക്ഷാ ഫീസും ഇപ്പോഴത്തെ അപേക്ഷാ ഫീസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, പണ്ട് ഒരു താലൂക്കിന്റെ ഉള്ളിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തന പരിധി എങ്കിൽ 2000 രൂപയായിരുന്നു. ഒരു താലൂക്കിന്റെ ഉള്ളിൽ പ്രവർത്തന പരിധി ആയിരുന്നെങ്കിൽ ആ സംഘം രജിസ്ട്രേഷൻ ഫീസായിട്ട് നൽകേണ്ടത് 2000 ആയിരുന്നു പണ്ട്. ഇപ്പോൾ അത് 2500 ആക്കി. നിങ്ങൾ അതൊന്നും നോക്കട്ടെ, ഇത് മാത്രം പഠിച്ചാൽ മതി അല്ലേ. നോക്കിയേ, ഇഫ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സൊസൈറ്റി വിതിൻ എ താലൂക്ക്, ഒരു താലൂക്കിന്റെ ഉള്ളിലാണെങ്കിൽ അല്ലേ, ആ ഒരു താലൂക്കിന്റെ ഉള്ളിലാണെങ്കിൽ എത്രയാണ് അപേക്ഷാ ഫീസ് എന്ന് ചോദിച്ചാൽ 2500. വിതിൻ എ താലൂക്കാണ് 2500. ഇനിയും പറയാണ് എ താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്ട്. ഒരു താലൂക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ താലൂക്കോ ആവാം, എന്നാൽ ഒരു ജില്ലയിൽ കുറവാണെങ്കിൽ അവിടെ 5000 രൂപ. നേരത്തെ 4000 ആയിരുന്നതിന് ഇവിടെ 5000 ആക്കി. നിങ്ങൾ പഴയത് പഠിക്കണ്ട, ഇതൊക്കെ പഠിച്ചാൽ ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ ഓർക്കുക, വിതിൻ എ താലൂക്ക്, ഒരു താലൂക്കിന്റെ ഉള്ളിലാണ് ഒരു സംഘത്തിന്റെ പ്രവർത്തന പരിധിയെങ്കിൽ അവിടെ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ട എമൗണ്ട് 2500. ഇനി ഒരു താലൂക്കോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ താലൂക്കോ ആവാം, കുഴപ്പമില്ല, പക്ഷെ ഒരു ജില്ലയാവാൻ പാടില്ല. ഒരു സംഘത്തിന്റെ പ്രവർത്തന പരിധി അല്ലെങ്കിൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കോ ഒന്നിൽ കൂടുതൽ താലൂക്കോ, പക്ഷേ എന്താണ്, ഒരു ജില്ലയാവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ 5000 രൂപ. ഇനി ഒരു ജില്ല, ഒരു സംഘത്തിന്റെ പ്രവർത്തന പരിധി ഡിസ്ട്രിക്ട് ഒരു ജില്ലയാണെങ്കിൽ അവിടെ 6250 രൂപ. ഓക്കെ, പണ്ട് എത്രയായിരുന്നു, 5000 ആണെങ്കിൽ ഇപ്പോൾ 6250 ആണ്. ഇനി പറയുന്നത് ഒരു ജില്ലയിൽ കൂടുതലാണ് പ്രവർത്തന പരിധിയെങ്കിൽ 12500. അപ്പൊ ഈ ഒരു എന്താ പറയുക, ഈ ടേബിൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ വിതിൻ താലൂക്ക് ആണെങ്കിൽ 2500, അതിന്റെ ഇരട്ടി അല്ലെ, 2500 ഇരട്ടി 5000. ഇനി പറയണേ താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്ട് ആണെങ്കിൽ 5000, 2500. ഒരു താലൂക്കിന്റെ ഉള്ളിലാണ് 2500. ഇനി ഒരു താലൂക്കോ അല്ലെങ്കിൽ ഒരു താലൂക്കിൽ കൂടുതലോ ആവാം, പക്ഷെ ഒരു ജില്ല വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ 5000 രൂപ. ഇനി ഒരു ജില്ലയാണ് സംഘത്തിന്റെ പ്രവർത്തന പരിധി എങ്കിൽ 6750. ഇനി എന്താണ്, ഒന്നിൽ കൂടുതൽ ജില്ലകളിലാണ് പ്രവർത്തന പരിധി എങ്കിൽ 12500. ഈ ഒരു ടേബിൾ മാത്രം പഠിക്കുക. അല്ലാതെ നിങ്ങൾ ആ അമെന്റ്മെന്റ് നോക്കുമ്പോൾ അവിടുത്തെ എന്നാൽ 2000 മാറ്റി 2500 ആക്കുന്നു, 4000 മാറ്റി 5000 ആക്കുന്നു, 5000 മാറ്റി 6250 ആക്കുന്നു, 10000 മാറ്റി 12500 ആക്കുന്നു. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ഈ ഹെഡിങ്, ഈ ടേബിൾ മാത്രം പഠിച്ചാൽ മതി. ആ ഒരു അമെന്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഗസറ്റ് പോലെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് മാത്രം പഠിച്ചു പോയേക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തതാണ്, നോക്കിയേ, ആഫ്റ്റർ സബ് റൂൾ 6 ശേഷം അവിടെ പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. 7ാമത് ആഡ് ചെയ്ത് വന്നിട്ടുള്ള സബ് റൂളാണ് എവരി ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി സബ്മിറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ത്രൂ ഓൺലൈൻ ഓർ ഓൺ ഫിസിക്കൽ മോഡ്. അപ്പം എന്താ പറയുക, സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ നമുക്ക് എങ്ങനെയാണ്, ഒന്നെങ്കിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ മോഡിലോ നൽകാമെന്ന് ഓർത്ത് വെച്ചു. അതായത് ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലാതെ. ഓക്കെ, ഓൺലൈനായിട്ടും കൊടുക്കാം, ഓൺലൈൻ അല്ലാതെയും കൊടുക്കാം എന്നാണ് പറയുക കേട്ടോ. അത് പറയുക എവരി ആപ്ലിക്കേഷൻ ഫോർ the registration of a cooperative society shall be submitted and processed through online or on physical mode എന്ന് ഓർത്ത് വെച്ചാൽ. ഓക്കെ, അപ്പം ഇത്രയാണ് എന്താണ് റൂള് 3 അല്ലെ, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷന് വന്നിട്ടുള്ള അമെൻമെന്റ്സുകൾ ഓർത്ത് വെച്ച് കേട്ടോ. അപ്പം ഞാൻ പഠിപ്പിച്ചു അതെന്താണ് സെക്ഷനുമായി റൂൾ 2 ഡെഫിനേഷനുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ എന്താണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ റൂൾ 3 വന്നിട്ടുള്ള അമെൻമെന്റ് ഈ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. വരും വീഡിയോസിൽ ബാക്കി അമെൻമെന്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ, 10-12 മിനിറ്റുള്ള വളരെ ചെറിയൊരു വീഡിയോ, ഫസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടത് മനസ്സിലാക്കുക, ഒന്ന് പരിചയപ്പെടുക എങ്ങനെയാണ് റൂൾ അമെൻമെന്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്താണ് പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പുതിയ എന്താ പറയുക ടോപ്പിക്സുകളൊക്കെ ആയിട്ട് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.